വ്യൂവേഴ്സ്, നമ്മുടെ വീട്ടിലെ പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉമ്മയും വാപ്പയൊക്കെ രാവിലെ തന്നെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. ആദ്യക്കുട്ടൻ മദ്രസയിലും പോയിട്ടാ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇക്ക ഇവിടെ വന്നിരുന്ന് കണക്കെഴുതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചായ കൊടുക്കാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കൊണ്ടുവന്നിരുത്തിയേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിന്നൊരു റെസിപ്പി ഉണ്ടാക്കാൻ പോവാണ്. അതായത് ലുക്കൈമത്താണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ മുന്നേ ഇതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ കാണിക്കാം. ഞാൻ ഇതിലേക്ക് 1 സ്പൂണ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1/4 കപ്പ് പാലോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ ചൂടുള്ള പാലാണ് കേട്ടോ. എന്നിട്ട് നമ്മളിതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും ഇത് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ഈസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാൻ തോന്നുന്നു. പക്ഷേ ഞാൻ ഇന്നേ വരെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. എപ്പോഴും ഇതുപോലെ ഒന്ന് പതപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഡയറക്റ്റ് മാവിലേക്ക് ഇട്ട് കൊടുക്കാൻ എന്തോ ഒരു മടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏതായാലും കഷ്ടപ്പെട്ട് കൂട്ടിരിക്കാൻ വന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് നല്ല ചായ ഇട്ട് കൊടുത്തേക്കാമെന്ന് വിചാരിച്ച് ഒരു ഗ്ലാസ് ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇക്കാനോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, ഇപ്പോൾ ഇനിയുള്ള എല്ലാ വീഡിയോയിലും ഞാൻ ഇക്കാനെ കാണിക്കും എന്നുള്ളത്. ഇപ്പോൾ 1-2 തവണയായിട്ട് 2-3 തവണയായിട്ട് അങ്ങനെ ഉണ്ടായിട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്ക എവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കുമ്പോഴത്തേക്കിനും അപ്പം തന്നെ എനിക്ക് മെസ്സേജ് വരും, ഇത്താൻ്റെ ഹസ്ബൻഡ് ഇന്നടുത്ത് നിൽക്കുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ അടുത്ത് 1-2 സംഭവം അങ്ങനെ ഉണ്ടായിട്ടോ. ആദ്യം ഇതിനു മുമ്പ് കുറച്ച് നാൾ മുമ്പ് ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക ഇങ്ങനെ പറഞ്ഞു കേട്ടോ, ഞാൻ ഇന്ന സ്ഥലത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനുമാണ് പിറ്റേന്ന് തോന്നുന്നു മെസ്സേജ്, ഇത്ത ഇന്നലെ ഇതുപോലെ ഇന്ന സ്ഥലത്ത് ഇക്ക നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു, ഇത്താനെ നോക്കി കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. കഴിഞ്ഞ ദിവസം ഇക്ക പറയാണ്ടൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് എനിക്കിവിടെ അറിയിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പിറ്റേന്ന് ചോദിച്ചു, ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക ചോദിച്ചേ നീ ഇതെങ്ങനെ അറിഞ്ഞു? അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും ഇക്കാനെ കാണിക്കും. ഞാൻ പറഞ്ഞു ചാനൽ തുടങ്ങിയതുകൊണ്ട് ഇത്ര നല്ല നല്ല ഉപകാരങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്നുള്ളത്. നമുക്ക് ഭാര്യമാർക്ക് അതൊരു ഇഷ്ടമാണല്ലോ, കെട്ടിയന്മാരെ എവിടെ പോകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ അറിയാമെന്നുള്ളത്. അപ്പോൾ എന്തായാലും തമാശയായിട്ട് എടുത്താൽ മതി കേട്ടോ. ആരും ഇതിനകത്ത് സീരിയസ് ആയിട്ടൊന്നും കൊണ്ടുവരരുത്. തമാശയായിട്ട് പറഞ്ഞതാണ്, അതങ്ങനെ തന്നെ എടുക്കാവുള്ളേ. അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് പൊങ്ങി വന്ന ശേഷം ഞാനിതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1.5 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും. അതും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ഒരു സംഭവത്തിലേക്ക് കുറച്ച് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. പാൽപ്പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പാല് ചേർത്ത് കുഴയ്ക്കുന്നത് കേട്ടോ. കുറച്ച് പാലൊഴിച്ചിട്ട് നമ്മൾ ആക്കിയെടുത്തത്, അതുകൊണ്ടാണ് കുറച്ച് പാലും പിന്നെ ബാക്കി വേണ്ടത് കുറച്ച് വെള്ളവും കൂടിയാണ്. പിന്നെ ഇത് നല്ല ലൂസായിട്ടാണ് കുഴച്ച് വെക്കേണ്ടത്, ഒരുപാട് കട്ടിക്കൊന്നുമല്ല. നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് തന്നെ കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് 1-2 സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർക്കണില്ല, തൈര് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത്. അപ്പോൾ അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴും കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാനും. വെള്ളം കൂടി പോകരുത്. ഒരു അയഞ്ഞ പരുവമുണ്ട്, ആ പരുവത്തിൽ നമുക്ക് കുഴച്ചെടുത്തിട്ട് ഒരു 1.5 മണിക്കൂറോളം നമുക്ക് ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് കേട്ടോ, ഈ ഒരു മാവിൻ്റെ പരുവം ഇതാണ്. നമ്മൾ സ്പൂൺ കൊണ്ട് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു പരുവത്തിന് നമുക്കിത് അടച്ച് മാറ്റി വെക്കാം, നന്നായിട്ടൊന്ന് പൊങ്ങി വരട്ടെ. ഇത് മാവ് ഇത്രയും ഉള്ളെങ്കിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അനീനാൻ്റെ വീട്ടിലേക്ക് ഉച്ചയ്ക്ക് പോവാണ്. ഇക്കാക്കും കല്യാണം ഉണ്ട് കേട്ടോ, ഇവിടെ അടുത്ത് ഇക്കാക്കും പോകണം. അപ്പോൾ ഉമ്മയും വാപ്പയും എല്ലാവരും പോയേക്കാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അനീനാൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ഇന്ന് ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് അവിടെ കൊണ്ടുവച്ചിട്ട് പൊരിച്ചിട്ട് ഗസ്റ്റ് വരുന്നവർക്കും കൊടുക്കാം, നമുക്കും കഴിക്കാമെന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാനിത് കുഴച്ച് വെക്കുന്നത്. അപ്പോൾ ഞാനെല്ലാം ഇതാക്കി. പിന്നെ ഞാൻ കുറച്ച് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ നമുക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ വാപ്പയും ഉമ്മയും പോയല്ലോ, അപ്പോൾ ആൻറ്റിയൊക്കെ ഇവിടെ വന്നിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെല്ലാവരും ഒന്നിച്ചാണ് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഒന്നിച്ചാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ക്ലീനിങ്ങും തുടക്കാനും തൂക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് അനീനാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇക്ക ഞങ്ങളാക്കിയിട്ട് ഇപ്പോൾ തന്നെ തിരിച്ചു പോകും കേട്ടോ. അപ്പോൾ അനീനാൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ നല്ല രസമാണ് കേട്ടോ കാണാൻ. അവളുടെ വീട് അടുക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഉൾപ്രദേശം, ഒരു ഭയങ്കര ഗ്രാമപ്രദേശം പോലെയാണ്. നല്ല രസമാണ് കേട്ടോ ഈ ഒരു വഴിയും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എന്തായാലും ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ ജാസിക്കാൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ഗ്രില്ല് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിപ്പോൾ തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തതാണ്. വെക്കേഷൻ നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ വരും കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. 2 ടൈപ്പ് ഗ്രില്ലുണ്ടായിരുന്നു, 2 ഞാൻ കൊണ്ടുപോയി. അതെല്ലാം ഞാൻ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങളെ ആക്കിയിട്ട് അപ്പം തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഐഷു അടുക്കളയിൽ ഭയങ്കര ജോലിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അവളുണ്ടാക്കിയ ചിക്കൻ വന്നപ്പോൾ തന്നെ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊണ്ട് തന്നതാണ്, സോസി ചിക്കൻ. അപ്പോൾ അത്
അത് അവളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഷോർട്സ് ആയിട്ട്. ഐസാസ് വ്ളോഗ്സ് എന്നുണ്ട് ആ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവൾ വീണ്ടും ഉണ്ടാക്കി നോക്കിയിട്ടുള്ളതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം. പിന്നെ അവളിത് ബിരിയാണിയിലേക്കാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഇത് കുറച്ചും കൂടെ അടിപൊളി പൊറോട്ട അങ്ങനെയൊക്കെ കഴിക്കുമ്പോഴത്തേക്കിനും ആയിരിക്കും കുറച്ചും കൂടെ ഒരു കോമ്പിനേഷൻ അടിപൊളിയായിട്ട് വരുന്നത്. പിന്നെ അതാ ഇവിടെ പുളിയിഞ്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഉമ്മയും ഉപ്പായും അവരും കല്യാണത്തിനൊക്കെ പോയേക്കാണ്ട്. ഇന്ന് കുറേ കല്യാണമുള്ള ദിവസമായിരുന്നു. ചിക്കൻ ഫ്രൈ ഉണ്ട്, പുളിയിഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ട്, സോസി ചിക്കൻ ഉണ്ട്, പിന്നെ ബീഫ് ബിരിയാണി ഉണ്ട്, ബീഫ് കറിയും ഒറോട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവളുടെ വീട്ടിൽ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇക്കാൻ്റെ വീട്ടിൽ നിന്ന്, അതായത് അനീനാൻ്റെ ഇക്കാൻ്റെയൊക്കെ ഉമ്മീൻ്റെ പിന്നെ വീട്ടിൽ നിന്നാണ് കേട്ടോ ഇന്ന് അവിടെ ഗസ്റ്റായിട്ട് വരുന്നത്. പിന്നെ ആ കച്ചമ്പർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പുഡിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വന്നപ്പോൾ തന്നെ സർബത്ത് തന്നു, നമ്മുടെ മുഹബത്ത് ക സർബത്താണ്. ഇതും ഐഷു ഉണ്ടാക്കിയതാണ് കേട്ടോ. ഐഷു ഇപ്പോൾ ഭയങ്കര പാചക പരീക്ഷണങ്ങളിൽ ഇങ്ങനെ മുഴുകി നടക്കുകയാണ്. പിന്നെ ഞാൻ എന്തായാലും വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഈ നമ്മുടെ ലുക്കൈമത്തിലേക്ക് ഇടാനുള്ള ഈ ഒരു പഞ്ചസാര പാനി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഏലക്കയും പഞ്ചസാര നല്ലോണം ഇടുക, പിന്നെ ഏലക്ക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് അങ്ങനെ കുറുക്കിയെടുക്കുകയൊന്നും വേണ്ട. അത്യാവശ്യം നമ്മൾ ഈ നമ്മുടെ എന്താ ഗുലാബ് ജാമുനൊക്കെ എടുക്കുന്ന ആ ഒരു പരുവം അത്രയൊക്കെ തന്നെ മതിയാവും കേട്ടോ ഇതിനും. അപ്പോൾ അതങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഗസ്റ്റൊക്കെ വന്നു, ഐഷുദ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പിന്നെ കുറച്ച് നേരം അവരെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡൊക്കെ എടുത്തു. അങ്ങനെ അവർ കഴിച്ചതിന് ശേഷം പിന്നെ കുട്ടികളെല്ലാം കഴിക്കാനിരുന്നിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം പിന്നെ ഞങ്ങളും കഴിച്ചു കേട്ടോ. നല്ല ബിരിയാണിയും പിന്നെ അച്ചാറും കടുമാങ്ങ അച്ചാറും കച്ചമ്പറും പിന്നെ നമ്മുടെ ഐഷുവിൻ്റെ സ്പെഷ്യൽ ചിക്കനും ഒക്കെ ആയിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ അത്യാവശ്യം നല്ല പോലെ തന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഹനീനാൻ്റെ പുഡിങ് ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന 2 ലെയർ പുഡിങ് ഉണ്ടല്ലോ, പിസ്തയും അതുപോലെ വാനിലയും, നല്ല ടേസ്റ്റാണ് കേട്ടോ സംഭവം. അപ്പോൾ ഞാനിത് ഡബിൾ ലെയർ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അനീന ഇത് സെപ്പറേറ്റ് 2 ആക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിസ്തയും 2 ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഗ്ലാസ്സിൽ 2 കൂടെ ഒന്നിച്ച് വെച്ചിട്ടാണ് സെർവ് ചെയ്തത്. ഞാൻ സാധാരണ ഉണ്ടാക്കാറ് ഒന്നിച്ച് ഒഴിച്ചിട്ട് ഒരെണ്ണം ലെയർ സെറ്റ് ചെയ്തിട്ട് അടുത്തത് ലെയർ അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഡബിൾ ലെയർ ആയിട്ടാണ് ഉണ്ടാക്കാറ്. നമ്മൾ ഈ അടുത്തും കൂടി ഉണ്ടാക്കിയല്ലോ, മോനുവിൻ്റെ ബർത്ത്ഡേയുടെ സമയത്തും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു വാനില പിസ്ത പുഡിങ്ങാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനോർത്തു ഇത് പൊരിക്കാമെന്ന്. അപ്പോഴത്തേക്കിനും തന്നെ പിന്നെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഇരുന്നിട്ടാണ് കേട്ടോ. ഞാനോർത്ത് ഇത് പൊരിച്ച് എടുക്കാൻ കുറച്ച് ടൈം എടുക്കും, അപ്പോഴത്തേക്കിനും ചായ കുടിക്കാനാവും. അപ്പോൾ ആ ഒരു ടൈമിൽ ഇത് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കുഞ്ഞായിട്ടാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം എടുക്കും കേട്ടോ ഇത് ഫുള്ളായിട്ട് ഉണ്ടാക്കി വരാൻ. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും, ഇത്രേ സംഭവം ഉള്ളെങ്കിലും കുഞ്ഞായിട്ട് ഉണ്ടാക്കുമ്പോൾ കുറേ നേരം നമ്മളിങ്ങനെ പയ്യെ അത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ദാ ഞാൻ ഓയിലൊക്കെ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കിനും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക. നല്ല ബോളായിട്ട് വരും. നല്ല ടേസ്റ്റാണ് കേട്ടോ സംഭവം. കുട്ടികൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് പഞ്ചസാര സിറപ്പിലേക്കൊന്നും ഇടേണ്ട അത്രയും പോലും ടൈമില്ലായിരുന്നു കേട്ടോ. പൊരിച്ച് വയ്ക്കുക, കുട്ടികളെടുത്തുകൊണ്ട് പോവുക, അങ്ങനെയായിരുന്നു. പിന്നെ കാണിക്കാണ്ട് വെച്ചിട്ടൊക്കെയാണ് ബാക്കിയുള്ളത് നമ്മൾ പഞ്ചസാര സിറപ്പിലിട്ട് നമ്മൾ ഗസ്റ്റിനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഈ ഒരു സംഭവം. പിന്നെ ഇതുപോലെ പതുക്കെ ഇതുപോലെ കുഞ്ഞായിട്ട് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഉണ്ടിച്ച് തന്നെ വരും കേട്ടോ. നല്ല ഉണ്ട ആയിട്ട് കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ അനിനാൻ്റെ നാത്തൂനുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. നമ്മൾ വീഡിയോയിലൊക്കെ നിങ്ങൾ കാണാറുണ്ടല്ലോ, നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ കാണുന്നത്. അപ്പോൾ അവളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ആയപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. അതുപോലെ കുക്ക് ചെയ്യാനൊക്കെ നല്ല രസമായിരുന്നു. എല്ലാവരും കൂടെ അടുക്കളയിൽ കുറേ വർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ രസമായിട്ട് കുക്ക് ചെയ്തു. അപ്പോഴത്തേക്കിനും അത് അവൾ പൊരിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഇതുപോലെ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു, അവൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും അല്ല നമുക്ക് നല്ലോണം ഇഷ്ടമാവും. അധികം മധുരമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. പിന്നെ അറബിക് ഡിഷാണ്, പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പെരുന്നാളിനൊക്കെ ഞാൻ അധികം ഉണ്ടാക്കലാണ് ഈ ഒരു റെസിപ്പി. അപ്പോൾ ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത്. നല്ല വലിപ്പം വെച്ചിട്ട് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ അനീന പറഞ്ഞു എന്തായാലും ചായ കുടിക്കാനായല്ലോ, അപ്പോൾ നമുക്കൊരു ഉള്ളിവടയും കൂടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിതാ ഉള്ളിവടയ്ക്ക് കുഴയ്ക്കുകയാണ്. ഉള്ളിവടയല്ല ശരിക്കും, എനിക്ക് ഉള്ളിവട ഉണ്ടാക്കുന്നതിനേക്കാളും ഇഷ്ടം പക്കോട ഉണ്ടാക്കാനാണ്. ഒനിയൻ പക്കോട ഉണ്ടല്ലോ, അതുണ്ടാക്കാനാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. അതായത് കുറച്ച് മാവൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ അത്ര വട്ടത്തിൽ ഷേപ്പിലൊന്നുമല്ല, ഇതിങ്ങനെ ചുമ്മാ ഇട്ടിട്ട് പല ഷേപ്പിൽ കോരിയെടുക്കുന്നതാണ്. വെള്ളമൊക്കെ ഒരല്പം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന്. അതുപോലെ ഉള്ളിവടയ്ക്ക് നമ്മൾ കുഴച്ച് വെക്കുമല്ലോ, ഇതിന് കുഴച്ച് വെക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് പെരട്ട് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെയാണ് നല്ല മുരുന്ന് കിട്ടും. നല്ല ടേസ്റ്റാണ് സംഭവം. അപ്പോൾ അതും നമ്മുടെ മറ്റേത് പൊരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഉള്ളിവട അങ്ങോട്ട് പൊരിച്ചു. അതും റഫ് അവിടെ നിന്നിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ, പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതും നല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ മൊരിച്ചെടുക്കുക. നല്ല സോസും കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്.
പിന്നെ ഇതിൻ്റെ റെസിപ്പിയും പണ്ടെപ്പോഴോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു നോമ്പ് വ്ളോഗിലൊക്കെ ആയിരിക്കണം. ഇനി വേണം എന്നുള്ളവരെ കമൻറ്റ് ചെയ്യണം കേട്ടോ, നമുക്ക് ഉടനെ തന്നെ ചെയ്യാം. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞു. അപ്പോൾ അതങ്ങനെ പൊരിച്ചുകൊണ്ടിരുന്നപ്പോൾ 2-3 ഏത്തപ്പഴം ഇരിക്കുന്ന കണ്ടുകൊണ്ട് അനീന പറഞ്ഞു കുറച്ച് നുള്ളി ഇട്ടത് ഉണ്ടാക്കാൻ. അതും നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ്, പഴം നുള്ളിയിട്ടത്. നമ്മളെ നോമ്പ് റെസിപ്പിയിൽ ഹിറ്റായിട്ടുള്ളൊരു റെസിപ്പി ആയിരുന്നു പഴം നുള്ളിയിട്ടത്. നല്ല കറുത്ത പഴമൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പി ഞാനിവിടെ കൊടുക്കാം കേട്ടോ. ഉള്ളിവടൻ്റെ റെസിപ്പിയും തപ്പിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ലുക്കൈമത്തിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പിയും ഞാൻ ഇട്ടേക്കാം. ഇതുപോലെ തന്നെ മറ്റൊരു സാധനമുണ്ട് തുലുമ്പ എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടേക്കാം. ഇതൊക്കെ അടിപൊളി ടേസ്റ്റുള്ള ഐറ്റംസാണ്, നല്ല അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ പുറത്ത് നമ്മൾ ശരിക്കും വെളുത്ത എള്ളാണ് ഇടേണ്ടത്. അപ്പോൾ വെളുത്ത എള്ളില്ലാത്ത കാരണം ഞാൻ കുറച്ച് വെളുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് കാഷ്നട്ടാണ് അരിഞ്ഞിട്ടിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ടൂത്ത് പിക്കും കൂടെ കുത്തി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായി സംഭവം. നമ്മൾ സിറപ്പ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പഞ്ചസാര സിറപ്പ് കുറച്ച് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓവറായിട്ട് മധുരം വേണ്ട, നല്ല ടേസ്റ്റാണ്, കിടിലനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഉള്ളിവട പൊരിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ഈ ഒരു പഴം നുള്ളിയിട്ടത് ഉണ്ടാക്കി. അപ്പോൾ പഴം നുള്ളിയിട്ടത് കുറച്ച് വലിപ്പത്തിലാണ് കേട്ടോ ഉണ്ടാക്കിയത്, കാരണം ചെറുതായിട്ട് ഉണ്ടാക്കി നിൽക്കാൻ സമയമില്ല. ഇപ്പോൾ തന്നെ ചായയൊക്കെ എടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ വേഗം അത് ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുത്തപ്പോഴത്തേക്കിനും എല്ലാവരും കൂടെ വന്ന് ചിരിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അഭിനയിക്കുന്നുണ്ട് ഈ കാണുന്നത്. റഫുണ്ട്, അനീന ഉണ്ട്, ഞാനുണ്ട്. നല്ല രസമാണ് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ കുക്ക് ചെയ്യാൻ. കുറേ തമാശയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്കൂടെ നടക്കും, നല്ല രസമാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ നിന്ന് കുക്ക് ചെയ്യാൻ. അപ്പോൾ എന്തായാലും അങ്ങനെ എല്ലാവർക്കും നമ്മുടെ ഐറ്റംസൊക്കെ കൊടുത്തു. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമുക്ക് ഇവിടെ വണ്ടി ഇടിച്ചു എന്ന് പറഞ്ഞിട്ട് കോള് വന്നത് കേട്ടോ. പിന്നെ വേഗം ഇങ്ങ് പോന്നു, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കുറച്ച് നേരം കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടൊക്കെ വരുവുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പം തന്നെ കോൾ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന്. അപ്പോൾ വിളിച്ചത് ലൈലാത്താൻ്റെ മോനാണ് കേട്ടോ, ഫിറോസാണ് ഇവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ സ്പീഡിൽ ഇങ്ങ് പോന്നു. അപ്പോൾ എന്തായാലും ഞാനിതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഭയങ്കര ആൾക്കൂട്ടമൊക്കെ ആയിരുന്നു. അപ്പോൾ ആൾക്കൂട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ എനിക്ക്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ഉമ്മിനെയും വാപ്പിനെയൊന്നും നമ്മൾ വിളിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നു എന്നുള്ളത്. കാരണം പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്താണെന്ന് അറിയാൻ ടെൻഷൻ ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞില്ല. അവരെവിടെ എത്തിയെന്നൊന്ന് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേർത്തലേക്കായി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു പിന്നെ എന്തായാലും വരട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.